ഗൈസ്, എൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കൊച്ചി എയർപോർട്ടിൽ നിന്ന് ബെഹ്റിനിലേക്ക് ഒരു യാത്ര പോവുകയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് പോകുന്ന ഫ്ലൈറ്റാണിത്. അപ്പം വണ്ടി ഇവിടുന്ന് എടുക്കാൻ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മുടെ വിമാനം നീങ്ങി തുടങ്ങി. നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ആകാശത്തേക്ക് പറക്കുന്നതായിരിക്കും. നല്ലൊരു എക്സൈറ്റ്മെൻറ്റോടെയാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ റൺവേയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയും ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ പറക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ. പവർ വരട്ടെ. ഈ കാണുന്ന ഇതിനകത്തുനിന്നും ഫാൻ നല്ല സ്പീഡിൽ കറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് നന്നായിട്ട് സ്പീഡിൽ നല്ല പവറിലായിരിക്കും കറങ്ങുന്നത് കേട്ടോ. അതിനകത്തുനിന്ന് പുകയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പൊളി. നല്ല ഫാസ്റ്റിലാണ്, സ്പീഡിലാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ പോകുന്നതായിരിക്കും. നല്ല സ്പീഡിലാട്ടോ പോകുന്നേ. അതിനകത്തൊന്നും പുകയൊക്കെ വരുന്നു. പൊളി, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളങ്ങനെ ചെറുതായിട്ട് പൊങ്ങി കേട്ടോ. ചെറുതായിട്ട് പൊങ്ങി, അങ്ങനെ പൊങ്ങി. അതിൻ്റെ ചിറകൊക്കെ കണ്ടോ, കടന്ന് അടിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല മോനെ. സീൻ. അങ്ങനെ നമ്മൾ പൊങ്ങി. നമ്മൾ ആകാശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആകാശത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ ഒരുപാട് മുകളിലെത്തി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ താഴത്തോട്ട് നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ഫുള്ളും മേഘങ്ങൾ. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും കാണുന്നില്ല. ഇതാണേലും നമ്മളിപ്പം ഒരു ദേവലോകത്ത് ചെന്ന് എത്തിയ പോലെയുള്ള ഒരു മൂഡാണ് കേട്ടോ. ഭയങ്കര വൈബ് കേട്ടോ.
ഈ ഫ്ലൈറ്റ് ആദ്യം ആ പവർ എടുത്ത് പൊങ്ങിയപ്പോൾ ഉള്ള ആ ഒരു രക്ഷയില്ല. ഇപ്പം പുറത്തോട്ട് നോക്കുമ്പോൾ ഇങ്ങനൊരു അറ്റ്മോസ്ഫിയറാണ്, നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഈ കൈ പിടിച്ചേക്കുന്ന ഇവിടെ അല്ലാതെ തൊട്ട് ഫ്രണ്ടിലും ഒരു ഗ്ലാസ് ഉണ്ട്, അങ്ങനെ 2 ഗ്ലാസ് ഉണ്ട് ഈ വിൻഡോ സൈഡിൽ. എല്ലാവരും ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞ് ഉറക്കമായിരുന്നു. എൻ്റെ തൊട്ടിപ്പുറത്തിരുന്ന് ചേട്ടൻ എൻ്റെ ഒച്ചയും ബഹളമൊക്കെ കാരണം പുള്ളി ഉറങ്ങിയിട്ടില്ല. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇതൊക്കെ ഇങ്ങനെ കാണുമ്പം. ഭയങ്കര ഒരു മൂഡായിരുന്നു, ഭയങ്കര രസമായിരുന്നു കാണാൻ. അങ്ങനെ ഞാൻ ഈ വിൻഡോ സൈഡിലിരുന്ന് കാഴ്ചകളെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലിരുന്ന ഒരു പുള്ളി കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്, പക്ഷേ പുള്ളി വിൻഡോ ഇങ്ങനൊന്നും നോക്കിയിട്ടൊന്നുമില്ല. അപ്പം പുള്ളി എൻ്റെ കൂടെ ഇരുന്ന് പുള്ളിയുടെ ഉറക്കം കൂടെ പോയി. ഫ്ലൈറ്റിൽ ബാക്കിയുള്ളവരെല്ലാം ഭയങ്കര ഉറക്കമാണ്. എന്താണേലും നമ്മൾ ഇങ്ങനെ നോക്കാതെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു ഭംഗിയും കാര്യങ്ങളൊന്നും കാണില്ല. എനിക്ക് പിന്നെ ആകാശമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആകാശത്തിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഞാനിങ്ങനെ നോട്ട് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പം ഭയങ്കര ഒരു ആഗ്രഹമാണ് ആകാശത്തൂടെ ഇങ്ങനെ പോകാന്ന് ഉള്ളത്. ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. എന്താണേലും അത് ഈ ഒരു ഇതിലൂടെ എനിക്ക് സാധിച്ചു. ഗൈസ്, ഈ ഒരു സീനറി ഉണ്ടോ, പൊളിയല്ലേ? ആ സ്കൈ എല്ലാം ഇങ്ങനെ കിടക്കുന്നുണ്ടോ? ഇതിങ്ങനെ ഇതേലിങ്ങനെ ഇരിക്കുകയും ആ പ്ലെയിൻ്റെ സൗണ്ടും ആ ഒരു ആകാശവും എല്ലാം കൂടെ ഒരു ഭയങ്കര ഒരു മൈൻഡ് ആട്ടോ. ഭയങ്കര ഒരു സീനാണ്, ഭയങ്കര ഒരു മൂഡാണ്. എന്താണ് പറയാൻ എനിക്ക് പറ്റുന്നില്ല. അതേ കണ്ടോ, എന്നെ കൂടി ഇരിക്കുന്നവരെല്ലാവരും ഉറക്കമാണ് കേട്ടോ, എല്ലാവരും നല്ല ഉറക്കമാണ്. എൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന പുള്ളി മാത്രമേ ഉള്ളൂ ഉറങ്ങാത്തത്. ഇപ്പം ആ കുഞ്ഞതായിട്ടുണ്ടായിരുന്ന മേഘങ്ങളൊക്കെ ഇപ്പം ഇതേപോലെ കേട്ടോ, ഫുള്ള് മഞ്ഞ് കിടക്കുന്ന പോലെ, മഞ്ഞ് മെത്ത വിരിച്ചിട്ടേക്കുന്ന പോലെ, ചന്ദ്രനിലൊക്കെ എത്തിയ പോലെ ഒരു ഫീല്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വീഡിയോസിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതാണൊരു പൊളി മൂഡാട്ടോ, നൈസ്. ഇതിനെ ഫ്ലൈറ്റിൽ ഇരുന്നാൽ മാത്രമേ ഇങ്ങനെയൊക്കെ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. ഗൈസ്, അങ്ങനെ ഇത് നമ്മുടെ ലാസ്റ്റ് സീനാണ്. ഞാനങ്ങനെ കുറേ സീൻ കണ്ടു കേട്ടോ, ഒന്നും മിസ്സാക്കിയില്ല. കുറേ മലകൾ, ഡെസേർട്ട്, കുറേ കുഞ്ഞു കുഞ്ഞു വഴികളുടെ മലകൾക്കിടയിൽ കൂടെ. പിന്നെ ഇപ്പം ഫുള്ള് കടലായി. കടലുണ്ടോ, നല്ല രസം കേട്ടോ നേരിട്ട് കാണാൻ. അപ്പം ഫുള്ള് ബോട്ടുകൾ പോകുന്നതിൻ്റെ ഒരു വെള്ളപ്പാട് ഇങ്ങനെ കുറേ കിടപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം. ബൈ.